വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ശബരിമല. 6 വർഷം മുമ്പ് സ്വർണം പൂശാൻ ചെന്നൈയിലെത്തിച്ചത് ചെമ്പുപാളിയാണ് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. തിരുവാഭരണ കമ്മീഷണർ തയ്യാറാക്കിയ മഹസറിന്റെ പകർപ്പടക്കം ന്യൂസ് മലയാളമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. 2019 ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലും സ്വർണം പൂശിയ ചെമ്പുപാളി എത്തിച്ചു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ കൂടുതൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസിന്റെ നിഗമനം. അതേസമയം വിഷയം സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ആദ്യം RDX റാപ്പിലി. സ്വർണമോ പൂജാവസ്തുക്കളോ പൂക്കളോ മറ്റ് ദ്രവ്യങ്ങളോ എന്തും ശബരിമലയിലേക്ക് വഴിപാടായി നൽകാൻ സ്പോൺസർമാരുണ്ട്. രേഖയും കണക്കും ഉള്ളതും ഇല്ലാത്തതും അതിൽ കാണും. 2019 ഓഗസ്റ്റിൽ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെത്തിച്ച ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണമല്ലെന്നും ചെമ്പാണെന്നുമാണ് റിപ്പോർട്ട്. തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിലാണ് ഞെട്ടിക്കുന്ന വിവരം. സ്വർണം പൂശുന്നതിന് മുൻപ് 38,258 ഗ്രാം ചെമ്പുപാളികളാണ് നേരിൽ കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ മഹസർ 2 സാധ്യതകളാണ് തുറന്നിടുന്നത്. ഒന്നുകിൽ 1998 വ്യവസായി വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിപ്പിച്ചിട്ടേയില്ല, അല്ലെങ്കിൽ പതിപ്പിച്ച സ്വർണപാളി ആരോ അതോ ആരൊക്കെയോ മോഷ്ടിച്ചു. ഇക്കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നത്. ചില നിർണായക തെളിവുകൾ ലഭിച്ചതായാണ് വിവരം. 2019 ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച സ്വർണപാളികൾ വെച്ച് പൂജ നടത്തിയെന്നും ഭക്തർക്ക് ദർശനത്തിന് അവസരം ലഭിച്ചെന്നും വിജിലൻസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ സ്പോൺസറുടെ ഇടപാടുകൾ സംശയ നിഴലിലാവുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. ദ്വാരപാലക പീഠ വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും പ്രവർത്തികളും ദുരൂഹമാണ് എന്നും VN വാസവൻ പറഞ്ഞു. VN വാസവന്റെ വാക്കുകളിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റു പലരിൽ നിന്ന് സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച അന്വേഷണം സമഗ്രമായി നടത്തുകയാണ്. സ്വർണപ്പാളി വിവാദത്തിൽ സ്പോൺസർമാരെ പറ്റി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല എന്ന് VD സതീശൻ ചോദിച്ചു. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ടുള്ള ബന്ധം? ആരുടെ ബിനാമിയാണ്? ഇയാളുടെ സ്പോൺസറുടെ ബന്ധു വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയിട്ടും ആളെ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല? ഇവരൊക്കെയായിട്ട് ബന്ധമുണ്ട് ഈ ആൾക്ക്, ഈ സ്പോൺസർക്ക്. ദ്വാരപാലക ശില്പപാളികൾ അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലേക്ക് മാറ്റിയത് ചിങ്ങമാസ പൂജയ്ക്ക് ശേഷമായിരുന്നു. ഹൈക്കോടതി അനുമതിയില്ലാതെയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയത് എന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചെന്നൈയിലേക്ക് മാറ്റിയ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. താന്ത്രിക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇളക്കി എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഈ കാര്യത്തിലെ വിശദീകരണം. ഇതിനിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിൽ കുറവുണ്ട് എന്ന ആരോപണം ഉയരുകയും ചെയ്തു. ഈ സ്വർണം ചെമ്പായി എന്നുള്ള സംഗതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അത് സ്വർണമായിരുന്നോ അതോ ചെമ്പ് തന്നെയാണോ? ഈ കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. 98 വിജയ് മല്യ ശബരിമലയിൽ സമർപ്പിച്ച സ്വർണത്തിൻ്റെ രേഖകൾ കാണാനില്ല. അതാണ് യഥാർത്ഥ പ്രശ്നം. ദ്വാരപാലക ശില്പത്തിലടക്കം ശ്രീകോവിലിന് ചുറ്റുമാണ് സ്വർണം പൂശിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. റിപ്പോർട്ടുകളിൽ അങ്ങനെയാണുള്ളത്. 30.3 കിലോഗ്രാം സ്വർണമാണ് ശ്രീകോവിലടക്കം സ്വർണം പൊതിയാൻ ഉപയോഗിച്ചത്. ദ്വാരപാലക ശില്പപാളികൾ 2019 ദേവസ്വം രേഖയിൽ ചെമ്പായി. സ്വർണം പൂശാൻ കൈമാറാനുള്ള ഉത്തരവിലാണ് ചെമ്പുപാളി എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് നോക്കാം. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൂശാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ബംഗളൂരു വ്യവസായിയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ്. ശബരിമലയിലെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത. ഉണ്ണികൃഷ്ണൻ പോറ്റി 10 വർഷം മുമ്പ് ശബരിമലയിലെത്തുന്നത് കീഴ്ശാന്തിയുടെ സഹായിയായാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്ത് നിന്നുമൊക്കെ എത്തുന്ന ധനികരായ ഭക്തരുമായി നല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിന്. 2019 സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്ടിലെത്തിച്ച് സ്വർണം പൂശി നൽകിയതോടെ സ്പോൺസർ എന്നറിയപ്പെട്ടു തുടങ്ങി. 42 കിലോയുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 42 കിലോയുള്ള സ്വർണ്ണപ്പാളികൾ എന്നതിനെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഈ പാളികൾ തിരികെ എത്തിച്ചപ്പോൾ
സ്വർണത്തിൻ്റെ കുറവ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ എന്നുള്ളതിൽ ഈ പ്രയോഗത്തിലെ ഒരു പ്രശ്നം നമ്മൾ പറയാവർത്തി ചൂണ്ടിക്കാണിച്ചതാണ്. 4 കിലോ 500 ഗ്രാം, അതായത് 4.514 കിലോയുടെ കുറവുണ്ട് എന്ന് പറയുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല. സ്വർണം പൂശിയ പാളികൾ മങ്ങിയതോടെ 2021 അധികമായ 2 ദ്വാരപാലക പീഠങ്ങൾ നിർമ്മിച്ചു നൽകി. എല്ലാത്തിൻ്റെയും കണക്കെടുക്കും. ശബരിമലയിലെ സ്വർണം അടക്കമുള്ള വിലയേറിയ വസ്തുക്കളുടെ പട്ടിക ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നു. ദേവന്റെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കും. പട്ടിക തയ്യാറാക്കാൻ റിട്ടയർഡ് ജഡ്ജി KT ശങ്കരന് ആണ് ചുമതല എന്നതാണ് ഏറ്റവും ഒടുവിലെ സാഹചര്യം. ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യം ഇന്ന് രാവിലെ VS അനു റിപ്പോർട്ട് ചെയ്തത് ഇത് ചെമ്പുപാളികൾ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ആ കത്തിൻ്റെ പകർപ്പ് കൂടി നമ്മൾ പുറത്തുവിടുകയായിരുന്നു, നമ്മൾ എക്സ്ക്ലൂസീവായി കൊടുത്തു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത VS അനു ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. അനു, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ തന്നെ ഇക്കാര്യത്തിൽ ഞാനും സനീഷും തമ്മിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ തമ്മിലും ചിലപ്പോൾ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള വിഷയം സ്വർണ്ണപ്പാളി എന്ന് പ്രയോഗിക്കുകയും പിന്നെ ഇതിൽ ഈ 4.5 കിലോയുടെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ വലിപ്പം വല്ലാതെ കൂടും. തീർച്ചയായും അയ്യപ്പ വിഗ്രഹത്തിനോട് ചേർന്നിരിക്കുന്ന ആ പാളിക്ക്, ചെമ്പുപാളിയായാലും സ്വർണ്ണപ്പാളിയായാലും കരിങ്കൽ പാളിയായാലും അതിന് വലിയ വില തീർച്ചയായും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ആ വില, ആ മൂല്യം തീർച്ചയായും ഭക്തർ കൽപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് പോയത് മൊത്തം സ്വർണ്ണമാണ് എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? ഹർഷൻ സൂചിപ്പിച്ചതിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഒരു കാര്യം ഹർഷൻ പറഞ്ഞതുപോലെ നമുക്കിത് ഈ കാണാതെ പോയത് മുഴുവൻ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ 4.5 കിലോയുടെ സ്വർണത്തിൻ്റെ കുറവുണ്ടാകിയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. കാരണം 1998 സെപ്റ്റംബർ 4-ാം തീയതിയാണ് വിജയ് മല്യ ശബരിമലയിലെ മേൽക്കൂര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സ്വർണം പതിപ്പിച്ച് നൽകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൂശി നൽകുന്നതല്ല, പതിപ്പിച്ച് നൽകുന്നതാണ്. അതായത് ഗോൾഡ് ഫോയിലുകൾ ഈ ചെമ്പ് തകിടുകൾക്ക് മുകളിൽ പതിപ്പിച്ചാണ് ഈ ശബരിമലയിലെ വിജയ് മല്യ അന്ന് ഈ സ്വർണം നൽകുന്നത്. അപ്പോൾ അതിൽ അന്നത്തെ മാധ്യമ വാർത്തകൾ പ്രകാരം ഈ പറയുന്ന ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലകരെയും അല്ലെങ്കിൽ അവിടെയും സ്വർണം പതിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം 2019 ഈ പറയുന്ന ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹർഷൻ, ഈ ശബരിമലയിൽ നിന്ന് ഈ പാളികൾ ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു അതിൻ്റെ ഒരു രേഖ സൂക്ഷിച്ചില്ല എന്ന വളരെ ഗുരുതരമായ വീഴ്ച അന്ന് ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നീട് ഈ സ്വർണം പതിപ്പിക്കുന്ന അല്ലെ ആ കാര്യങ്ങളുടെ മേൽനോട്ടത്തിലാണ് RG രാധാകൃഷ്ണനെ അന്ന് തിരുവാഭരണ കമ്മീഷണറെ നിയോഗിക്കുകയും അദ്ദേഹം അവിടെ പോവുകയും ചെയ്ത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു 38,258 ഗ്രാം ചെമ്പാണ് അവിടെ താൻ കണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് 1998 സെപ്റ്റംബർ 4-ാം തീയതി വിജയ് മല്യ കൈമാറുമ്പോൾ സ്വർണം പതിപ്പിച്ചിരുന്നില്ലേ? അങ്ങനെ പതിപ്പിച്ചിരുന്നുവെങ്കിൽ ആ സ്വർണ്ണ പാളി എവിടെയാണ്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. അതിന്റെ രേഖ എവിടെയാണ്? ശബരിമല സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം, ഈ പാളി, ഈ ചെമ്പിന്മേൽ സ്വർണം പതിപ്പിച്ച ഈ പാളി അത് പരിശോധിച്ച് ചെമ്പ് എന്ന് അടയാളപ്പെടുത്തുന്നത് ചെന്നൈയിലാണോ അതോ ഈ ശബരിമലയിലാണോ? ചെന്നൈയിൽ 2019 ഓഗസ്റ്റ് മാസമാണ് രാധാകൃഷ്ണൻ ചെന്നൈയിലെത്തിയാണിത് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ച ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ. കാരണം അത് ശബരിമല ഇത്തരം കാര്യങ്ങളൊക്കെ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ശബരിമലയിൽ അല്ല, അത് അവിടെ നിന്ന് പുറത്തൊക്കെ എത്തിച്ച് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം പരിശോധിക്കുമ്പോൾ അത് ചെമ്പാണെന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും അതിൽ ഈ ഗുരുതരമായ ഇതുവരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നത് തന്നെയാണെന്ന് തന്നെ ഞാനും പറയും. കാരണം ഈ ഇളക്കിക്കൊണ്ട് പോയതിനു ശേഷം ഈ സ്വർണ്ണം ഇതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ടോ? അത് ബാംഗ്ലൂരിൽ എത്തിക്കേണ്ട കാര്യം എന്തായിരുന്നു? ബാംഗ്ലൂർ കൊണ്ടുപോയി അത് വേറെ പൂജ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ സംശയിക്കുന്ന തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ VD സതീശൻ പറഞ്ഞതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദ്യം ചെയ്ത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ?
പക്ഷേ ഇതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നമുക്ക് യോജിപ്പുണ്ടെങ്കിലും പിന്നീട് ഈ പറയുന്ന ഇത് വലിയ ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊന്ന് നോക്കും, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഈ പറയുന്ന അവതാരം എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്? അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ എങ്ങനെയാണ് അദ്ദേഹം സ്പോൺസറായി മാറുന്നത്? ഈ കോടിക്കണക്കിന് രൂപ പിരിക്കുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളി, അത് സ്വർണ്ണപ്പാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെമ്പ് പാളി ആയിക്കോട്ടെ, നമുക്ക് ഇപ്പോൾ ആ ഘട്ടത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയാത്ത നമുക്ക് ആ പാളി എന്ന് പറയാം. ആ പാളി 39 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ഇത് കോട്ടയത്ത് എത്തുന്നു, ഇത് വെഞ്ഞാറമൂട് എത്തിയതായി ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ അത് കൊണ്ടുവന്നതായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. പിന്നീട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് സ്ഥിരീകരണം വരുന്നുണ്ട്. ഈ ശ്രീരാംപുരത്തെ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുമ്പോൾ 30 കൊല്ലം മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ജീവനക്കാരനായിരുന്നു. അവിടെ ഈ വലിയ കർണാടകയിലെ വലിയ അയ്യപ്പ ഭക്തരും സമ്പന്നരും വ്യവസായികളുമൊക്കെയായി ഇയാൾ ബന്ധം സ്ഥാപിക്കുന്നത് ഇവിടെ വെച്ചാണ്. അവിടെയാണ് ഇതിനെ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്നത്, ഇതിൻ്റെ ദർശനം അയ്യപ്പ ഭക്തർക്ക് നൽകുന്നത്. അപ്പോൾ ഇതിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കച്ചവടം നടത്തി എന്നുള്ള ആരോപണം അവിടെ വലിയ മെറിറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അർഷൻ അറിയാമായിരിക്കും, നമുക്കറിയാം ശബരിമലയിൽ ഇങ്ങനെയുള്ള മറ്റാളുകളുണ്ട്. ഇപ്പോൾ കൊല്ലത്തൊരു വ്യവസായി നമുക്കറിയാം, മന്ത്രി ജി സുധാകരൻ ഒരിക്കൽ പറഞ്ഞതാണ്, അയാളെ ഞാൻ ശബരിമലയിൽ നിന്ന് ഇറക്കി വിടും, പക്ഷേ എന്തുകൊണ്ട് ഇറക്കി വിടാൻ വേണ്ടി ഇപ്പോഴും കഴിയുന്നില്ല. അങ്ങനെ ഇടനിലക്കാർ അങ്ങേയറ്റം പ്രവർത്തിക്കുകയും സാന്നിധ്യം ഉറപ്പിക്കുകയും കച്ചവടം നടത്തുകയും ചെയ്യുന്ന ഒരു ഇടമായി ശബരിമല മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ 2025 ഈ പാളി കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോഴാണ് പറയുന്നത്, അല്ല, ഇത് ദേവസ്വം ജീവനക്കാർ വേണം, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ജിയോ ഇറക്കുകയാണ്, ഒരു ഉത്തരവ് ഇറക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ പാളികൾ കൊണ്ടുപോകാമെന്ന് 2019 എങ്ങനെയാണ് ഒരു ഉത്തരവ് ഉണ്ടാവുക? അപ്പം ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതാണ്, അതിലേക്കാണ് വന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് കൊണ്ടുപോയത് ചെമ്പാണ് എന്നാണ് ഇന്നിപ്പോൾ നമ്മളോട് പറഞ്ഞത്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. തീർച്ചയായും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ്. 1998 സെപ്റ്റംബർ 4-ാം തീയതി ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ അതിൻ്റെ ചെമ്പിന് മുകളിൽ സ്വർണം പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം എവിടെയാണ്? അല്ലെങ്കിൽ അതിനുള്ള രേഖ സ്വാഭാവികമായും ഇവർ ഹാജരാക്കണ്ടേ? എന്തുകൊണ്ട് ഹാജരാക്കാൻ വേണ്ടി ദേവസ്വം കൊണ്ട് കഴിയുന്നില്ല? പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ദേവസ്വം SP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഹൈക്കോടതിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടത്, അന്വേഷണം രഹസ്യാത്മകമായി നടത്തണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഒരു പക്ഷേ പുറത്തു വരുന്നതിൽ ഒരു കാലതാമസം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഹർഷൻ, റൈറ്റ്. അനു വിശദമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു. രാവിലെ എക്സ്ക്ലൂസീവായി ആ കത്ത് തന്നെ ഇത് രേഖപ്പെടുത്തുമ്പോൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ കത്ത് തന്നെ അനു പുറത്തു വിടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ പ്രശ്നം ഈ കാര്യം നമ്മൾ വിജയ് മല്യയോട് വേണം പിന്നെ ചോദിച്ചറിയാൻ. അദ്ദേഹത്തോട് ചോദിച്ചറിയാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിലേക്ക് തന്നെ എത്തും എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാനും കഴിയില്ല. അന്ന് നിങ്ങൾ സ്വർണം ശരിക്കും സ്വർണ്ണപ്പാളി പതിപ്പിച്ചിരുന്നോ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ? അതോ അതിലും നിങ്ങൾ ഈ ബാങ്ക് വെട്ടിപ്പ് നടത്തിയ മട്ടിലുള്ള തട്ടിപ്പ് നടത്തിയോ എന്നൊക്കെ തന്നെ വേണം തൽക്കാലം നമ്മൾ തിരിച്ചറിയാനും ചോദിക്കാനും ഒക്കെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം 98 ഈ സന്നിധാനത്ത് ദാരുശില്പങ്ങളിലടക്കം സ്വർണം പൊതിഞ്ഞു എന്നിപ്പോൾ രാവിലെ മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം, അതിലൊരു രേഖ കൃത്യമായി ഇവിടെ ഇങ്ങനെ ഒരു രേഖയുണ്ട്, ദാരുശില്പത്തിൽ ഈ സ്വർണം പതിച്ചിട്ടുണ്ട് എന്നതിൻ്റെ രേഖ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. എവിടെ ഒരു കത്തുണ്ടെന്ന് പറയുന്നു, ആ കാര്യമൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു രേഖയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തു വിടുക എന്നതാണല്ലോ വേണ്ടത്. ആ അന്വേഷണത്തിൻ്റെ തുടർച്ചയിലേക്ക് പോവുക എന്നതാണല്ലോ വേണ്ടത്. ഇപ്പോൾ തൽക്കാലം നേരത്തെ VS അനു പറഞ്ഞതുപോലെ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് എന്തിനു കൊണ്ടുപോയി എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ എത്തിച്ച് അവിടെ പ്രത്യേകം പൂജകളൊക്കെ നടത്തി ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി വേറെ പിരിവ് നടത്തിയിട്ടുണ്ട് അവിടെ എന്ന് ആ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഉള്ള ആളുകളും ഭാരവാഹികളും തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 39 ദിവസത്തിന് ശേഷം ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികൾ, അതായത്
അതായത് സ്വർണം പതിപ്പിച്ച് എന്ന് പറയപ്പെടുന്ന ചെമ്പുപാളികൾ എത്തിക്കുന്നത് അവിടെ ആവർത്തിച്ച് പറയാം, എപ്പോഴും ഇപ്പോൾ നമ്മൾ എല്ലാ ചർച്ചകളിലും അല്ലെങ്കിൽ എവിടെ കേട്ടാലും രാഷ്ട്രീയ നേതാക്കൾ ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ പത്രത്തിൽ അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആരോപണങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഏതാണ്ട് 4.5 കിലോ സ്വർണം, അതിപ്പോൾ 6.5 കിലോ ഒക്കെ ആയിട്ടുണ്ട്, വൈകാതെ തന്നെ അത് 100 കിലോ എന്നൊക്കെ ആവും. അതുകൊണ്ട് 6.5 കിലോ 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്നത് ഒരു തെറ്റായ വിവരമാണ്. അപ്പോൾ നമ്മൾ വസ്തുതകളിൽ നിന്ന് വേണമല്ലോ കാര്യങ്ങൾ സംസാരിക്കാൻ. എന്തായാലും മൊത്തം 30 കിലോ കൊണ്ട് അതിൻ്റെ മേൽക്കൂരയും അതിൻ്റെ വാതിലുകളും അതിൻ്റെ ഭിത്തിയും ചെയ്തിട്ടുണ്ട്, സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ രേഖകളോ അന്നത്തെ പത്രവാർത്തകളോ ആണ് അന്നുള്ളത്. ദ്വാരപാലക ശില്പങ്ങൾ പതിപ്പിച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയത്തക്ക നിലയിൽ നമുക്ക് അറിയില്ല. മാത്രമല്ല അവിടെ ചെമ്പുപാളികൾ പലയിടത്തും പിടിപ്പിച്ചിരുന്നു. കാരണം അന്നത്തെ പത്രവാർത്തകളിൽ നിന്ന് തന്നെ അന്നത്തെ ചർച്ചകളിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അന്ന് ഈ വിജയ് മല്യ കൊണ്ടുവന്ന് ഇതിൻ്റെ മേൽക്കൂരയിലും ഇതിൻ്റെ ഭിത്തിയിലും വാതിലിലും ഒക്കെ ഈ സ്വർണ്ണപ്പാളികൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലം മറ്റൊരു തരത്തിൽ ഇത് രണ്ടും തമ്മിലൊരു പൊരുത്തപ്പെടാത്ത മട്ടിൽ നിൽക്കുമല്ലോ എന്നുള്ള ചർച്ച അന്നുണ്ടായതാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ഭക്തൻ എന്ന നിലയിലൊക്കെ തന്നെ ആ കാലത്ത് ആ ഓർമ്മകൾ നമുക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ രേഖകളാണ് വേണ്ടത്. ആ രേഖകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, അതായത് അന്ന് സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ എവിടെയാണ് തട്ടിപ്പ് നടന്നത് എന്ന് കൂടുതൽ സ്ഥിരീകരിക്കാനാവും. എന്തായാലും നടപടിക്രമങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2019 ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് 2019 തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ചെമ്പുപാളികളായിക്കോട്ടെ സ്വർണ്ണപ്പാളികളായിക്കോട്ടെ, എന്തായാലും ശബരിമല വിട്ട് അത് പുറത്തേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് അതെന്താണ് എന്ന് രേഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ചെന്നൈയിലെത്തിയതിന് ശേഷം അതിൽ സ്വർണ്ണപ്പാളിയല്ല അത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തുന്നത് 39 ദിവസത്തിന് ശേഷം രേഖപ്പെടുത്തുന്നത് തന്നെ ഗുരുതരമായ അനാസ്ഥയിലേക്കോ തട്ടിപ്പിലേക്കോ ഒക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങളോട് ചേർന്ന് ധാരാളം അമ്പലക്കള്ളന്മാരുണ്ടാവും. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല ഇടപാടുകളുമായി അവിടെ ഒട്ടിച്ചേർന്നും പറ്റിച്ചേർന്നും നിൽക്കുന്നവരുണ്ടാവാം. ആ മട്ടിൽ അത്തരമൊരു ഇടപാടിന് വിധേയപ്പെട്ടതാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആ മൗനാനുമതിയോടെയോ അല്ലെങ്കിൽ പിടിപ്പുകേടോടെയോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേറെ കാശ് പിരിവ് പുറത്ത് നടത്തിയതാണോ എന്നുള്ളതൊക്കെയാണ് ഇനി പുറത്തു വരേണ്ട വിവരങ്ങൾ. തിരുപ്പതി കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. കാനനവാസനെ കാണാൻ കേരള ജനസംഖ്യയേക്കാളേറെ ഭക്തരൊക്കെയാണ് പലപ്പോഴും എത്തിച്ചേരുന്നതെന്നൊക്കെയാണ് ഭക്തർ തന്നെ അവകാശപ്പെടുന്നത്. സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ള തീർത്ഥാടകർ, എന്തായാലും 19 ലക്ഷം തീർത്ഥാടകരൊക്കെ എത്തിച്ചേർന്നതിൻ്റെ കണക്ക് തന്നെ നമുക്ക് മുന്നിലുണ്ട്. പൂജാദ്രവ്യങ്ങൾ മുതൽ സ്വർണം വരെ അയ്യപ്പന് വേണ്ടി സ്പോൺസർ ചെയ്യാൻ നിരവധി ആളുകളുടെ നീണ്ട നിരയുണ്ട്, ദേവസ്വം അറിഞ്ഞും അറിയാതെയുമൊക്കെ. ഈ സ്പോൺസർമാർക്ക് സന്നിധാനം ഗസ്റ്റ് ഹൗസിൽ താമസം മുതൽ ശ്രീകോവിലിന് മുന്നിൽ യഥേഷ്ടം സമയം തൊഴാനുള്ള അവസരം വരെയാണ് പകരം പ്രതിഫലമായി കിട്ടുക. സത്യത്തിൽ ഇപ്പോൾ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് ഇത്തരം ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നേരിട്ടുള്ള ഇടപാടിലേക്ക് ദേവസ്വം ബോർഡിന് കടക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങളെ മാറ്റിമറിക്കുക എന്നതാണ്. ആ ചർച്ചകൾക്കൊപ്പം തന്നെയാണ് ഇത്തരം ചില അട്ടിമറികളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. ഉഗ്രപ്രതാപികളായ ഈ അമ്പലം വിഴുങ്ങികളിൽ പലരും സാധാരണ തീർത്ഥാടകരെ പിഴിഞ്ഞ് മുടക്കിയ പണം പല മടങ്ങായി തിരികെ പിടിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇത്തരക്കാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി കൈവള്ളിയവരാണ് ജി സുധാകരൻ അടക്കമുള്ള പലരും എന്നുള്ളതും നമ്മൾ ഓർക്കണം. ആര് ഭരിച്ചാലും നേരിടാൻ കെൽപ്പുള്ളവരാണ് ദേവസ്വം മാഫിയയായി തടിച്ചു കൊടുക്കുന്നത്. ഈ അമ്പലം വിഴുങ്ങി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടി വൈകാതെ ഉണ്ടാകും എന്നാണ് RDX ഇപ്പോൾ പ്രത്യാശിക്കുന്നത്. എന്തായാലും ആരും വെറുതെ ക്രൂശിക്കപ്പെടാതിരിക്കട്ടെ, എന്നാൽ സത്യം തെളിയുകയും കൃത്യം കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യട്ടെ. അടുത്ത വിഷയത്തിലേക്ക്.